വിവിധ ഇടങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ജനകീയമായി അവതരിപ്പിക്കപ്പെടേണ്ട വിഷയങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്. വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സാർ എന്നുള്ള ഈ പരിപാടി എന്ന് പ്രേക്ഷകർക്കറിയാം. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പും ഞങ്ങൾ നൽകുന്നതാണ്. പൊതുജനം കഴുതിയല്ല സാർ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള ജനകീയ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും ശ്രദ്ധയിലുള്ള വിഷയങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 0484303051. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ വാർത്തകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് അറിയിക്കാം. ആ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു ചെറുവിവരണം, അതിനൊപ്പം ഒരു ദൃശ്യം, അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം. അതിനുള്ള നമ്പർ ഇതാണ്: 6235 96 8937. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അപകട വാർത്ത, വിഴിഞ്ഞത്ത് നിന്ന് ഒരു അപകട വാർത്ത പുറത്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം തേടാം. KSRTC ബസ്സുകളാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:15 അപകടമുണ്ടായത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ അപകടമാണ് ഉണ്ടായത്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എന്താണ് വിവരങ്ങൾ ഷഫീദ്? തലനാരിഴയ്ക്ക് ഒഴിഞ്ഞ വലിയ അപകടം എന്നുള്ളതാണ് നാട്ടുകാരടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. അല്പസമയം മുൻപ് ഏതാണ്ട് 6:15 കൂടിയാണ് വിഴിഞ്ഞത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിലായിരുന്നു ഈ അപകടം നടന്നത്. KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നൊരു പഴയ KSRTC ബസ്സും മറ്റൊന്ന് KSRTC സ്വിഫ്റ്റിന്റെ പുതിയ ബസ്സുമാണ്. സിറ്റി സർക്കുലർ പുതിയ ബസ്സുമാണ്. ഇത് രണ്ടുമാണ് കൂട്ടിയിടിച്ചത്. ഈ KSRTC സ്വിഫ്റ്റ് ബസ് ഈ അപകടശേഷം മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുന്നതും മതിലിന്റെ ഭാഗത്തേക്ക് ഇടിച്ച് നിൽക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 7ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇതിൽ 2 ബസ് ഡ്രൈവർമാരുടെയും ആരോഗ്യനില അത് ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തേക്ക് വന്ന ബസ്സും വിഴിഞ്ഞത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബസ്സിൽ കാര്യമായ, വൈകുന്നേരം സമയമായതുകൊണ്ടും ശിവരാത്രി ഉൾപ്പെടെയുള്ള തിരക്കുള്ളതുകൊണ്ടും ബസ്സിൽ കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ 7 പേർക്ക് മാത്രമാണ് കാര്യമായ പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 ബസ് ഡ്രൈവർമാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു അപകടമായിരുന്നു. അതിൽ 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിഴിഞ്ഞത്താണ് വൈകിട്ട് 6:15 ഈ അപകടം ഉണ്ടാവുന്നത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിൽ വെച്ചാണ് അപകടം. 2 പേരുടെ ആരോഗ്യനില, അത് 2 KSRTC ബസ്സിൻ്റെയും ഡ്രൈവർമാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം ഗുരുതരമാണ്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാൻ സമയമായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിനെ നേരിടാനൊരുങ്ങുകയാണ് സർക്കാർ. ജോലിയിൽ അടിയന്തരമായി തിരികെ പ്രവേശിക്കണമെന്ന ഉത്തരവിന് പിന്നാലെ പോലീസ് നടപടിയും വരുന്നു. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് മറുഭാഗത്ത് പിന്തുണയേറുകയാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. സമരക്കാരോട് അനുഭാവപൂർവമായ നിലപാടാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്കാണ് പോലീസ് നോട്ടീസ്. ഡോക്ടർ KG താര, ജോസഫ് C മാത്യു, ഡോക്ടർ MB മത്തായി തുടങ്ങിയവർക്കാണ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടില്ലെന്നായിരുന്നു സമരക്കാരുടെ മറുപടി. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ പരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിലും ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായി പാട്ടുപാടിയിരുന്നുകൊണ്ട് ആവശ്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അതൊരിക്കലും മറ്റൊരു തരത്തിലേക്കൊരു ക്രിമിനൽ നടപടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണത്. കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്താ ആശങ്കയാണ്? പിന്നെ ഈ കൂലിയില്ലാത്ത പണിക്ക് ഒരാളും ഇനി പോകുകയില്ല. പുതുതായിട്ട് ആരെങ്കിലും എടുക്കുക വെച്ചാൽ അങ്ങനെ ആരും പോയില്ല. പോയാൽ തന്നെ ആരെങ്കിലും ഒരു വാദത്തിന് വേണ്ടി തയ്യാറായി തന്നെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ളൊരു ജോലിയാണ്. അത് കൃത്യമായ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് പോകാൻ പറ്റില്ല. നാട്ടുകാർ ചെന്നാൽ കയറ്റുകയില്ല. സമരം തുടർന്ന് നിങ്ങൾ നിയമസഭാ മാർച്ച് ഉൾപ്പെടെ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഞങ്ങൾ 3-ാം തീയതി നിയമസഭ തുടങ്ങുന്ന ദിവസം വലിയൊരു മാർച്ചാണ്. അന്നേ ദിവസം നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളും കൂടി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
സമരക്കാർക്ക് പിന്തുണയർപ്പിച്ച് കോൺഗ്രസ് മാർച്ച് 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതേ ദിവസം സമരക്കാർ നിയമസഭാ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും NHMന്റെ വിവാദ സർക്കുലർ കത്തിക്കും. സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഈ ആശാമേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം അനുഭാവപൂർവമായ സമീപനമാണ്. നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ ന്യായമായ കാര്യങ്ങളും അത് ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സമരം രമ്യമായി മാന്യമായി തീർക്കാനുള്ള മാർഗങ്ങൾ LDF ഗവൺമെന്റ് ആരായും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഡോക്ടർ ശശി തരൂർ MP സമരവേദിയിലെത്തി. 7,000 രൂപ ശമ്പളം തീരെ പോരാ. മൻറേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. പിരിച്ചുവിടുമെന്ന ഭീഷണി, അതല്ലാതെയുള്ള ഭീഷണി, ആക്ഷേപം, പരിഹാസം, പോലീസ് കേസ്. സമരത്തെ തകർക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് സർക്കാരും CPIM-ഉം. 1 ഇഞ്ച് പുറകോട്ട് പോകാതെ കേരളത്തിൻ്റെ സമര സ്ത്രീശക്തി തെരുവിൽ അവരുടെ ആവശ്യങ്ങൾക്കായി മുദ്രാവാക്യം ഉയർത്തുകയാണ്. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതാവുകയാണ്. 5 ഡോക്ടേഴ്സ് ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഇന്ന് ഒരാൾ പോലും സ്ഥിര ജീവനക്കാരായില്ല. ജനകീയ സമരങ്ങൾ പലത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. എന്നിട്ടും ആരോഗ്യവകുപ്പും സർക്കാരും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സാധാരണ ഓരോ ആശുപത്രികളും കാലം ചെല്ലുന്തോറും പുരോഗതി കൈവരിക്കുകയാണ് പതിവ്. എന്നാൽ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. നൂറുകണക്കിന് രോഗികളാണ് ഓരോ ദിവസവും ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ 30 കിലോമീറ്റർ അകലെയുള്ള കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണം. വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 1950-ലാണ് ഉപ്പുതറയിലെ ഈ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത്. 5 സ്ഥിരം ഡോക്ടർമാരും 4 നഴ്സുമാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാ ജീവനക്കാർക്കും താമസ സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഡിസ്പെൻസറി ആയിരുന്ന ആശുപത്രിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി കാലക്രമേണ ഉയർത്തി. ആശുപത്രിക്കും അനുബന്ധ സൗകര്യമൊരുക്കാനും സ്വകാര്യ വ്യക്തികളാണ് ഭൂമി വിട്ടു നൽകിയത്. പ്രസവവും ഓപ്പറേഷനും ഉൾപ്പെടെ നടന്ന ആശുപത്രി ഇപ്പോൾ യാതൊരു സൗകര്യവുമില്ലാതെ നശിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ 77 വർഷം കഴിഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ചികിത്സ ഉണ്ടായിരുന്നു. 7 ഡോക്ടർമാരുൾപ്പെടെ ഇവിടെ പ്രസവ കേസ് ഉൾപ്പെടെ എല്ലാം നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ് ഇവിടെ. ഈ കുറേ കാലങ്ങളായിട്ട് ഈ ആശുപത്രി എല്ലാം വളർന്ന് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുന്ന സ്ഥിതി. 2 താൽക്കാലിക ജീവനക്കാർ ഡോക്ടർമാരേ ഉള്ളൂ. അവർ 1 മണിയാകുമ്പോൾ അവർ പോകും. അത് കഴിഞ്ഞിട്ട് 1 മണി കഴിഞ്ഞ് ഇവിടെ ആൾ നിൽക്കാന്നാൽ അവരെ ബാധിക്കുന്ന കേസല്ല. കാരണം അവരുടെ ജീവിതം, അവരുടെ ജോലി അത്രയേ ഉള്ളൂ. കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ ഉപ്പുതറ ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നതാണ് പ്രധാന പ്രതിസന്ധി. ഇവിടെ എത്തുന്ന രോഗികൾ ശരിക്കും വലയുകയാണ്. രാവിലെ വന്നതാ, ഇതുവരെ മരുന്നും കിട്ടിയില്ല, ഗുളികയും കിട്ടിയില്ല. ഇവിടെ ആളില്ല, ഡോക്ടർമാരില്ല, മരുന്ന് കൊടുക്കാൻ ആരും. ഇതൊരു 4 ദിവസം ഒന്ന് ആക്കി കിട്ടുവാണെങ്കിൽ ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന്, ഈ ജീവൻ രക്ഷ മരുന്ന് ഒരു ആഴ്ച 4 ദിവസം ആക്കുകയാണെങ്കിൽ ഇത്രയും ജനം വരത്തില്ല. ഇവിടെ ഒരു 10,000 ജനങ്ങളുണ്ട് ഈ ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള മരുന്ന് മേടിക്കാൻ വരുന്നവർ. ടോക്കൺ നമ്പർ 400, 450 ഒക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ കിട്ടാറ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വന്നാൽ ഞങ്ങൾ വൈകിട്ട് നേരം ചെന്ന് വേണം വല്ലതും കഴിക്കുക. ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. അതിനപ്പുറം സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് തോട്ടം മേഖലയിലെ ഈ ആശുപത്രിയോട് ഇങ്ങനെയൊരു അവഗണന എന്ന് ആർക്കും തോന്നിപ്പോകും. സാധാരണക്കാരുടെ ആശ്രയമായ ഈ ആതുരാലയത്തെ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആശ്രയ കേന്ദ്രമാണ് ഈ ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ്, അതിന് പുറമെയാണ് വേണ്ടത്ര ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ള പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗികൾ വലയുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഇവിടെ ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ല, ഇവിടെ മരുന്നുകളില്ല,
യഥാസമയം ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞെന്നാൽ ഇവിടെ ഈ ചെറിയ കുറച്ച് പഠിത്തമെല്ലാം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് ചെറുപ്പക്കാരായ ഡോക്ടർമാരാണ്. അത് ഇവർക്ക് കറക്റ്റ് 12 മണിയാകുമ്പോൾ ഇവിടുന്ന് പൊക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർഡർ അവർക്ക് അങ്ങനെയാണ്. ചെയ്തതിൻ്റെ ബാക്കി ഒരു ചികിത്സ പോലും ചെയ്യാൻ അവർ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ പ്രസവം ഉൾപ്പെടെ സർജറി ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ അവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ചില ഗൂഢതന്ത്രങ്ങളുണ്ടെന്ന് ഞങ്ങളെ പൊതുജനമെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തിരിച്ച് ഈ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി മേലധികാരികൾ ഉണ്ടാകും. ഇവിടെ നല്ലൊരു കുറേ ഡോക്ടർമാർ വേണം, നല്ല ട്രീറ്റ്മെൻറ്റ് വേണം. ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ അതിന് വേണ്ട സംവിധാനങ്ങളില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് മരുന്നും കുറവാണ്. ഇവിടെ ചൊവ്വായും ബുധനാണ് മറ്റുള്ള രോഗികൾ വരുന്നത്, കൂടുതൽ വരുന്നത്. അവർക്കുള്ള മരുന്നും കുറവാണ്. ഇവിടെയാണ് ഡോക്ടർമാരുടെ സേവനവും കുറവാണ്. ശശി തരൂരിൻ്റെ പ്രതികരണം ലഭ്യമാകുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റം വേണ്ട എന്ന് പറയുന്നു ശശി തരൂർ. K. സുധാകരൻ തുടരട്ടെ എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. പാർട്ടിയിൽ ഐക്യം വേണം എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. അത് KPCC പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടാവരുത് എന്നുള്ള നിലപാടാണ് ശശി തരൂർ പറയുന്നത്. അതിൽ K. സുധാകരന് തരൂരിൻ്റെ പൂർണ്ണ പിന്തുണ തരൂർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതനോട് ക്രൂരത. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ബാങ്കിന്റെ സമ്മർദ്ദം. അടിച്ചിപ്പാറ സ്വദേശി ജെയിംസ് ജോസഫിനാണ് ഈ ദുരവസ്ഥ. വിലങ്ങാട് ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ് നിരന്തരമായി ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത്. 2024 10 ലക്ഷം രൂപയാണ് ലോണായി എടുത്തത്. അതേസമയം അർഹതപ്പെട്ട ദുരിതബാധിതർ പലരും ഇപ്പോഴും സർക്കാരിന്റെ പട്ടികയ്ക്ക് പുറത്താണ് എന്ന ആരോപണവും ശക്തമാണ്. വയനാടിന് നൽകുന്ന പരിഗണനകളെല്ലാം വിലങ്ങാടിന് നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല എന്ന് പരാതി ഉയരുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സർക്കാർ പരിഗണിക്കുന്നത് പോലെ എന്തുകൊണ്ടോ കോഴിക്കോട് വിലങ്ങാട്ടെ ജനങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല. ഇപ്പോഴും നിരവധി പേർ സർക്കാരിന്റെ പട്ടികയ്ക്ക് പുറത്താണ്. ദുരന്തബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി ജീവിതങ്ങളാണ് ഇതുമൂലം പ്രയാസപ്പെടുന്നത്. അടിച്ചിപ്പാറ സ്വദേശി ജെയിംസിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നത്. ആ സ്വപ്നം കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് ആ നാടിനെ വിഴുങ്ങി ഉരുൾപൊട്ടിയത്. ഇതോടെ പകുതിയിലധികം പണി പൂർത്തിയായ ജെയിംസ് ജോസഫിന്റെ വീട് ഉപയോഗശൂന്യമായി. വിലങ്ങാട് ഗ്രാമീണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്താണ് വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചിരുന്നത്. അപ്പോൾ ആ ലോണ് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ രാവിലെ എനിക്ക് 5 മണിയാകുമ്പോഴത്തേനും മെസ്സേജ് എൻ്റെ ഫോണിലെത്തി കഴിയും. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇന്നും എനിക്ക് ആ മെസ്സേജ് വന്ന് കിടക്കുക. അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കും, പിന്നെ ബ്രാഞ്ച് മാനേജർ എന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു പോകും, നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങൾക്ക് പിന്നീട് ലോൺ എടുക്കാൻ പറ്റില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് എന്നോട് പറയുന്നത്. ലോൺ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ നിന്ന് നിരന്തരം സമ്മർദ്ദമുള്ളതായി ജെയിംസ് പറയുന്നു. ദുരന്ത മേഖലയാണെന്ന് പഞ്ചായത്ത് സാക്ഷ്യപത്രം നൽകുന്നില്ലെന്ന പരാതിയും ജെയിംസ് ഉന്നയിക്കുന്നു. അതേസമയം ദുരന്തബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും വിജ്ഞാപനം ഇറക്കിയിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അതിനിടെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച സംഘടനകളും വ്യക്തികളും വീടുകൾ എവിടെ നിർമ്മിക്കണമെന്നറിയാതെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 പിന്നിട്ടു. ഡ്രോൺ സർവേയും കണക്കെടുപ്പുമൊക്കെ മുറക്ക് നടക്കുന്നുണ്ടെങ്കിലും ജനത്തിന് ഇതിന്റെയൊന്നും പ്രയോജനം ലഭ്യമായി തുടങ്ങിയിട്ടില്ലെന്നാണ് വസ്തുത. തകർന്ന റോഡുകളും പാലങ്ങളും പൊതുവഴികളുമെല്ലാം ഉടൻ തന്നെ പുനരുദ്ധീകരിക്കുക. ഭാഗികമായി തകർന്ന വീടുകളുടെ പുനരുദ്ധാരണം വേഗത്തിലാക്കുക. ഇനിയും സർക്കാരിന്റെ ലിസ്റ്റിൽ പുറത്തു നിൽക്കുന്ന അർഹരായിട്ടുള്ള ആളുകളെ ഉടൻ തന്നെ സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കഴിഞ്ഞ ദിവസം വിലങ്ങാട്ട് ജനങ്ങൾ സമരവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് താമസിക്കാൻ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 7 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് ഞാൻ കഴിയുന്നത്. 3 മാസത്തെ സർക്കാർ എനിക്ക് വാടക തന്നിട്ടുണ്ട്. അതുപോലെ സർക്കാർ ഇപ്പം അടിയന്തരമായിട്ട് കൊടുത്ത ധനസഹായങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഈ 3 മാസത്തെ വാടക എനിക്ക് കിട്ടാനുമുണ്ട്. പക്ഷെ അതുകൊണ്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. വയനാടിന് നൽകുന്ന പരിഗണനകളെല്ലാം വിലങ്ങാടിന് നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. ഭാഗികമായി തകർന്ന വീടുകളുടെ പുനരുദ്ധാരണം ഉറപ്പുവരുത്തുക, ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ കൈകളിലെത്തിക്കുക
തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഈ നാട്ടുകാർക്കുള്ളത്. ജെയിംസിൻ്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ അധികം മനുഷ്യരുണ്ട് വിലങ്ങാട്. അതിനടിയന്തരമായി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുക. ഇത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുക. അവരുടെ കടങ്ങൾ എഴുതി തള്ളുക. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നരകം കാണണമെങ്കിൽ വയനാട് കൽപ്പറ്റ മുതൽ പനമരം വരെയുള്ള റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവിടെയുള്ള നാട്ടുകാർ. റോഡിൻ്റെ നവീകരണ പ്രവൃത്തി അനന്തമായി നീളുന്നതിനാലാണ് വലിയ ദുരിതവും ഇങ്ങനെയുള്ള പ്രതികരണവും ഒക്കെ നാട്ടുകാർക്ക് വലിയ ദുരിതത്തിന് പിന്നാലെ ഇങ്ങനെയൊക്കെ പ്രതികരണം നാട്ടുകാർക്ക് നടത്തേണ്ടി വരുന്നത്. പലതരം പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും നിർമ്മാണം അനന്തമായി നീണ്ടുപോവുകയാണ്. ഒരു മാസത്തോളമായി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന കൽപ്പറ്റയിൽ നിന്നും പനമരത്തേക്കുള്ള പ്രധാന പാതയാണിത്. ഇതിലൂടെയുള്ള യാത്ര ഇപ്പോൾ ഏറെ ദുരിതപൂർണം. നവീകരണത്തിന്റെ ഭാഗമായി ഈ റോഡ് കുത്തിപ്പൊളിച്ച് മാസങ്ങളായി. ചിലയിടത്ത് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലയിടത്തെ അവസ്ഥ ഇതാണ്. നിർമ്മാണം മന്ദഗതിയിലാണെന്ന് ആക്ഷേപം. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ്, ഫണ്ടിന്റെ അപര്യാപ്തത എന്നിവയാണ് നിർമ്മാണം ഇഴയാൻ കാരണമെന്നാണ് സൂചന. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പൊടിശല്യവുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഈ റോഡ് പൊളിച്ചിട്ടതിന് ശേഷം എല്ലാവരും പൊടി തിന്ന് ജീവിക്കുക. ഇപ്പോൾ ശ്വാസകോശത്തിന് സൂക്കേട് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനും എല്ലാം പ്രശ്നമാണ്. കടകൾക്ക് പ്രശ്നമാണ്. സാധനങ്ങളൊക്കെ പൊടിയായിട്ട് കളിക്കുകയാണ്. വെള്ളം നനയ്ക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ടല്ല, പൊടിക്ക് ഒരു കുറവുമില്ല. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കടക്കം ആശ്രയിക്കുന്ന വഴിയാണിത്. ഇവിടെയാണ് റോഡിന്റെ നിർമ്മാണം ഇഴയുന്നത്. മാസങ്ങളായി ഈ പ്രദേശത്ത് ഒരു പണിയും നടക്കുന്നില്ല. 2 വർഷത്തിലേറെയായി ഈ റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ച്, കൽവെട്ട് നിർമ്മാണവും ഡ്രെയിനേജ് നിർമ്മാണവും ആരംഭിച്ച്. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസക്കാലമായ റോഡിൽ ഒരു പണിക്കാരനെ പോലും കാണാത്ത, ഒരു പണി പോലും നടക്കാത്ത സാഹചര്യമാണ്. സ്ഥിരമായി ഈ റോഡ് വഴി ഓടുന്ന ടാക്സി അടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുന്നതിനാൽ ഉടമകൾക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുന്നതായും പരാതിയുണ്ട്. അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ഈ യാത്രാ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകണം. അതിനായി നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണം. ഈ ആവശ്യമാണ് ഉയരുന്നത്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ ഒരു പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒരു വാഹനം കടന്നുപോയാൽ പൊടികൊണ്ട് നിറയും. സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, അവിടെയുള്ള കടകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ റോഡുകൾ ഇങ്ങനെ മതിയോ എന്ന ചോദ്യം നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. മാരകമായിട്ട് പൊടിശല്യമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും ആളുകൾക്കും ചായക്കട, മറ്റുള്ള എല്ലാ കടകളിലും പൊടിയും ആളുകൾ കച്ചവടം വളരെ കുറവാണ്. വളരെ മോശമാണ്. പല തരത്തിൽ അലർജി പോലുള്ള പല രോഗങ്ങളും, ശ്വാസതടസ്സം പോലുള്ള രോഗങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് ഭയങ്കര ഉപദ്രവമാണ്. പൊടി കയറി, ഈ ശ്വാസകോശത്തിൽ പൊടി കയറലും. പിന്നെ ഇവരുടെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ കുറഞ്ഞ ദൂരം വർക്ക് എടുക്കുക, പിന്നെ അത് സ്ലോ ആക്കുക. ഇതിൽ പോകുന്ന ഓരോ ആളുകൾക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് പല തവണ ഇതിനെതിരെ പല രീതിയിലും ഞങ്ങൾ PWDയുമായും അതുപോലെ ഉദ്യോഗസ്ഥരുമായും ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മെറ്റീരിയൽ ഇല്ല എന്നാണ്. ഈ മെറ്റീരിയൽ ഇല്ലാത്ത ഇത്രയും വലിയ ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഇത്രയും വലിയ ഊരാലങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റി മെറ്റീരിയൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ഈ വയനാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജ് ഒരു മടക്കൽ കോളേജാണ്. ആ മടക്കൽ കോളേജിൽ നിന്നും ആളുകളെ മടക്കി കോഴിക്കോടേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് ഈ ആളുകളെ കൊണ്ടുപോകുന്നത് ഈ റോഡിലൂടെയാണ്. ഈ ഒരു രോഗിയെ ഇതിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്ക് സമയം വൈകുക, അതുപോലെ തന്നെ രോഗം ഒന്നുകൂടെ വർദ്ധിക്കുക, അല്ലാതെ ഒരു ഉപകാരവും ഈ റോഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. പൊടി കൊണ്ട് ഇങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടില്ല, ഒക്കെ താത്തി ഇട്ടിട്ടാണുള്ളത്.
പൊടീൻ്റെ അലർജി, ഭയങ്കരമായിട്ട് അലർജി ഉണ്ട്. പൊടിയാണ് 2 മാസമായി മരുന്നും വാങ്ങി കുടിക്കുന്ന ശ്വാസം മുട്ടലായിട്ട്. ആലപ്പുഴയിൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അപകട മരണങ്ങൾ തുടർക്കഥയായതോടെ കടുത്ത പ്രതിഷേധമുയരുകയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അവരൊരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. കരാർ കമ്പനിയും ഉദ്യോഗസ്ഥരും കടുത്ത അനാസ്ഥ കാണിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അരൂരിലെ ജനകീയ കൂട്ടായ്മ. നിർമ്മാണം ആരംഭിച്ച് ഇതുവരെ 40ഓളം ആളുകളാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അപകടങ്ങളിൽ മരിച്ചത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയുടെ നിർമ്മാണമാണ് അരൂർ തുറവൂർ മേഖലയിൽ നടക്കുന്നത്. അത് നാടിൻ്റെ ഏറ്റവും വലിയ വികസനമാണ്. പക്ഷേ അധികാരികളുടെയും കരാർ കമ്പനിയുടെയും കുറ്റകരമായ അനാസ്ഥകളുടെ കാഴ്ചയാണ് നിത്യവും അരൂരിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 8 കിലോമീറ്റർ പരിധിയിൽ മാത്രം 10 പേർക്കാണ് നിരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കരാർ കമ്പനിയും സർക്കാരും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാത്തതാണ് നിർമ്മാണ മേഖലയിലെ അപകടങ്ങളുടെ കാരണം. 2023 നിർമ്മാണം തുടങ്ങിയ ഉയരപ്പാതയിൽ ഇതിനോടകം 40-ലേറെ പേരാണ് അപകടങ്ങളിൽപ്പെട്ട് മരിച്ചത്. 100 കണക്കിന് പേർ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നു. അപകടങ്ങളിൽ പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല. 8ഓളം കുടുംബങ്ങളാണ് ഇവരുടെ ഈ അശാസ്ത്രീയമായ ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ ഇവരുടെ ഈ ട്രാഫിക് നിയന്ത്രണം. അതിലൂടെ 8 കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയ ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ 2ാം ഘട്ടമെന്നോണം ഇപ്പോൾ അരൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടനകളൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഹരിത വി കുമാറായിരുന്നു ഇവിടുത്തെ ജില്ലാ കളക്ടർ. അവർ നൽകിയ ഉറപ്പ്, അതുപോലെ തന്നെ മന്ത്രി പി പ്രസാദ് നൽകിയ ഉറപ്പ്, MP നൽകിയ ഉറപ്പ്, MLA നൽകിയ ഉറപ്പ്, പഞ്ചായത്ത് നൽകിയ ഉറപ്പ് ഒന്നുപോലും പാലിക്കാനായിട്ട് ഈ അശോക ബിൽഡ് കോർഡിനേഷന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇവരുടെ പണിക്കാരല്ലാതെ ഇവർ സൂപ്പർവിഷൻ ആളില്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പണിക്കാർ അവർ തോന്നിയ പോലെയാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യപടിയായി ചന്ദ്രൂർ ദേശീയപാതയോരത്ത് പന്തല് കെട്ടി സമര പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖല എരമല്ലൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗമാണ്. 12.75 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡിലെ വൈദ്യുത പോസ്റ്റുകൾ, ട്രാൻസ്ഫോമുകൾ എന്നിവ നീക്കാതെയാണ് നിർമ്മാണം തുടങ്ങിയത്. വെള്ളം ഒഴുകിപ്പോകാൻ ഓടകളും നിർമ്മിച്ചിട്ടില്ല. നിർമ്മാണ മേഖലയിൽ വലിയ ബാരിക്കേഡ് വെച്ച് തിരിച്ചതോടെ റോഡിന്റെ വീതി പകുതിയായി കുറഞ്ഞു. രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചവും പ്രദേശത്തില്ല. ഇതെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. പലയിടത്തും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ഒരു പരാതി. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നു. ഈ നിരത്തിൽ ഈ ജോലികൾ നടക്കുന്നതിനിടയിൽ വെളിച്ചമില്ലാതെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. സമരപരമ്പരകളുമായി മുന്നോട്ട് പോയാലെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഇതുകൊണ്ട് ഇതിൻ്റെ പൊടിശല്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ വരുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെ ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത ആൾക്കാരായി വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ഇവിടെ വന്ന് ഹിന്ദിക്കാർ പഠിച്ച അവന്മാർ ഓടിക്കുന്ന തികഞ്ഞ അഹങ്കാരത്തോടും അനാസ്ഥയോടും കൂടിയിട്ടാണ് ഇവരെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരൂർ പെട്രോൾ പമ്പിനെ കിടക്കും. പക്ഷേ ഇവർ വെൽഡ് ചെയ്തതിൻ്റെ തീപ്പൊരി വന്ന് വീണ് അവിടെയുള്ള കാടുകൾ മൊത്തം, പുല്ല് പിടിച്ചിരിക്കുന്ന കാടുകൾ മൊത്തം തീ വിടർന്നു. ഇവരെ കൊണ്ട് ശ്രമിച്ചിട്ട് കിടത്താൻ പറ്റാഞ്ഞിട്ട് അരൂരിൽ ഫയർഫോഴ്സ് വന്നിട്ടാണ് ആ തീ അവിടെ അണച്ചത്. പക്കം തന്നെ ഇനിയിപ്പോൾ അടുത്ത ജൂൺ വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം ആകും എന്നുള്ളതാണ്. അപകടങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും മരിക്കുന്നു, കാലൊടിയുന്നു, നട്ടല്ലൊടിയുന്നു, ഇങ്ങനെ പല വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടറും അതുപോലെ തന്നെ ഭരണാധികാരികളൊക്കെ കണ്ണടച്ച് ഇവിടെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ ദിനം കേരളവും വിദർഭയും ഒപ്പത്തിനൊപ്പം. 1ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന നിലയിലാണ് വിദർഭ. ആതിഥേയർക്കായി ഡാനിഷ് മലേവാർ സെഞ്ചുറി നേടി. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് കടക്കണം. അതിലേക്ക് രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ ദിനം
കേരളവും വിദർഭയും കൊണ്ടും കൊടുത്തും ഒപ്പത്തിനൊപ്പം എന്ന അവസ്ഥയിലാണ്. ഇന്ന് മത്സരം തുടങ്ങിയത് കേരളത്തിന്റെ വഴിക്കായിരുന്നു. തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് എടുത്ത കരുത്തരായ വിദർഭയെ ഒന്ന് വിറപ്പിക്കാൻ കേരളത്തിനായി. 24 റൺസ് എടുക്കുന്നതിനിടെ അവരുടെ 3 പ്രധാനപ്പെട്ട ബാറ്റർമാരെയൊക്കെ തന്നെ അവർക്ക് നഷ്ടമായി. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് വെച്ചത്. പക്ഷെ അതിനുശേഷം വന്ന ഡാനിഷ് മലേവാറും ഒപ്പം തന്നെ മലയാളിയായിട്ടുള്ള കരുൺ നായരും ചേർന്നാണ് കേരളത്തിൽ നിന്ന് മത്സരം കൊണ്ടുപോവുകയും വിദർഭയ്ക്ക് അനുകൂലമാക്കുന്ന തരത്തിലൊക്കെ തന്നെ മത്സരം കൊണ്ടുപോവുകയും ചെയ്തത്. ഈ 4ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 215 റൺസിന്റെ ശക്തമായ കൂട്ടുകെട്ടാണ് ഒരുക്കിയത്. മലേവാർ ഇപ്പോഴും 138 റൺസുമായി ക്രീസിലുണ്ട്. 86 റൺസ് എടുത്താണ് കരുൺ നായർ പുറത്തായത്. ആ ഒരു പുറത്താവലാണ് അവസാന നിമിഷം കേരളത്തിന് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നത്. ഒരു തകർപ്പൻ റണ്ണൌട്ടിലൂടെ രോഹൻ കുന്നുമ്മലാണ് കരുൺ നായരെ പുറത്താക്കിയത്. ഒരുപക്ഷെ ഒരു അനാവശ്യ റണ്ണിന് വേണ്ടി ഓടി കരുൺ നായറിന് വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സെഞ്ചുറി 14 റൺസ് അകലെ നഷ്ടമാവുകയായിരുന്നു. എന്തായാലും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ 4 വിക്കറ്റിന് 254 റൺസ് എന്ന നിലയിലാണ് ഒന്നാം ദിനം വിദർഭ അവസാനിക്കുന്നത്. നാളെ കേരളം വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. നാളെ അവരുടെ വിക്കറ്റുകളൊക്കെ തന്നെ ആദ്യ സെഷനിൽ വീഴ്ത്തി ഒരു 300-നോ 350-നോ ഉള്ളിൽ തന്നെ വിദർഭയെ എറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലീഡിലേക്കൊക്കെ തന്നെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു ചരിത്ര കിരീടം അല്ലെങ്കിൽ രഞ്ജി ട്രോഫിയിലെ ആദ്യ കിരീടം എന്ന മോഹത്തിന് കേരളത്തിന് വലിയ പോരാട്ടം കാഴ്ചവെച്ചേ മതിയാകൂ. കാരണം അവരുടെ വമ്പൻ ബാറ്റർമാർ, രാഷ്ട്രത്തോടക്കമുള്ള വമ്പൻ ബാറ്റർമാർ വരാനിരിക്കുന്നതേയുള്ളൂ. അവർക്കെതിരെ ഇന്ന് കിട്ടിയ ആ റണ്ണൌട്ടിൽ നിന്ന് കിട്ടിയ ഊർജം ഉപയോഗിച്ച് കേരളം തിരിച്ചു വന്നേ പറ്റൂ എന്ന അവസ്ഥയിലാണ്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷാജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24. രഞ്ജിയുടെ വിശേഷം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വെച്ചത്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത മലപ്പുറത്തുനിന്ന് പുറത്തു വരികയാണ്. മലപ്പുറം പുത്തനത്താണിയിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത് ആ ബസ്സിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് അറിയിക്കുന്നത്. സമീർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, അല്പസമയം മുൻപാണ് മലപ്പുറം പുത്തനത്താണിയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ കോഴിക്കോട് ഭാഗത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ബസ് അവിടെ ഉണ്ടായിരുന്ന ഡിവൈഡറിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. ബസ് ഒരു ഭാഗം മുകളിലേക്കായ നിലയിലാണ് നിലവിൽ ബസ് ഉള്ളത്. ഏതായാലും കൂടുതൽ പേർക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടക്കം സൈഡിലെയും ഗ്ലാസ് അടക്കം പൊളിച്ചാണ് നിലവിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ഈ കൽപ്പകഞ്ചേരി പോലീസ് അടക്കം സംഭവ സ്ഥലത്ത് എത്തി നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 15ഓളം പേർക്ക് പരുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരം അല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി നിലവിൽ പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സാണ്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറം പുത്തനത്താണിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാം. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് ആ വാർത്തയിലേക്ക് വരികയും ചെയ്യാം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത്, ഇന്ന് സാധാരണ തത്സമയം പ്രേക്ഷകർ കൂടി പ്രതികരിക്കാനുള്ള അവസരം ഈ പരിപാടിയിലുണ്ട്. ഇന്ന് പ്രേക്ഷകരാരും പ്രതികരിച്ച് കണ്ടില്ല, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് കണ്ടില്ല എന്ന് പറയുന്നു. ഒരുപാട് കോളുകൾ നമ്മുടെ PCR-ലേക്ക് വന്നിരുന്നു. സാധാരണ നിലയിൽ നമ്മൾ അവർ പറയുന്നത് കേട്ട് അതിൻ്റെ ആധികാരികത പരിശോധിച്ച് അതിനുശേഷമാണ് അത് നമ്മൾ ഓണെയറിലേക്ക് കൊടുക്കാറുള്ളത്. എന്താണ് അവരുടെ ആവശ്യം, അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതാണ്, അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്ന ഘട്ടത്തിലാണ് അത് നമ്മൾ ഓണറിലേക്ക് കൊടുക്കാറുള്ളത്. ഇന്നത്തെ ഒരു സംഭവം പ്രേക്ഷകരോട് പറയാം. നേരത്തെ ഇടവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പങ്കുവച്ച വാർത്ത, അത് മലപ്പുറം പുത്തനത്താണിയിൽ ബസ് മറിഞ്ഞുള്ള അപകടം എന്നുള്ള വാർത്ത നമ്മളൊരു പ്രേക്ഷകനാണ്, സെയ്ദ് ആഷിദ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകനാണ് വിളിച്ചറിയിക്കുന്നത്. ഈ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വേണ്ടി വിളിക്കാവുന്ന നമ്പറിൽ വിളിച്ച് സെയ്ദ് ആഷിക്ക് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മലപ്പുറത്ത് നമ്മൾ വിളിച്ച് അത് അന്വേഷിക്കുകയും ആ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എന്തായാലും ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി കൂരായണത്തിൻ്റെ സമയമാണ്. ഓവർ ടു കൂരായണം.